ക്രിസ്തുവിലുള്ള പ്രിയ സഹോദരീ സഹോദരന്മാരെ, സഭ നമ്മോട് ഒരു ലളിതമായ ചോദ്യം ചോദിക്കുന്നു: കർത്താവിന്റെ വരവിനായി നാം യഥാർത്ഥത്തിൽ തയ്യാറാണോ? ആഗമനം ക്രിസ്മസിനുള്ള ഒരുക്കം മാത്രമല്ല, നമ്മുടെ ഹൃദയങ്ങൾ തുറക്കാനും ദൈവത്തിന്റെ ശബ്ദം കേൾക്കാനും അവൻ നമ്മുടെ ജീവിതത്തിലേക്ക് അയക്കുന്ന പ്രവാചകന്മാരെ സ്വാഗതം ചെയ്യാനുമുള്ള സമയമാണിത്. ഇന്നത്തെ സുവിശേഷത്തിൽ മിശിഹായുടെ മുമ്പിൽ ഏലിയ വരേണ്ടതിന്റെ പ്രവചനത്തെക്കുറിച്ച് ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുന്നു. ആളുകളെ മാനസാന്തരത്തിലേക്ക് വിളിച്ചുകൊണ്ട് വഴിയൊരുക്കിയ യോഹന്നാൻ സ്നാനകനിൽ ഏലിയ ഇതിനകം വന്നിട്ടുണ്ടെന്ന് യേശു ഉത്തരം നൽകുന്നു. സന്ദേശം വ്യക്തമാണ്: പ്രവചനം പ്രധാനമായും ഭാവി പ്രവചിക്കുന്നതിനെക്കുറിച്ചല്ല, സത്യം അസ്വസ്ഥമായിരിക്കുമ്പോൾ പോലും ഹൃദയങ്ങളെ ദൈവത്തിലേക്ക് തിരിച്ചു വിളിക്കുന്നതിനെക്കുറിച്ചാണ്. ഇതേ വിളി ഇന്നും നിലനിൽക്കുന്നു. ദൈവം ഇപ്പോഴും ആധുനിക പ്രവാചകന്മാരെ അയക്കുന്നു, നീതി, കാരുണ്യം, സത്യം എന്നിവയ്ക്കായി സംസാരിക്കുന്ന ആളുകൾ. നമ്മുടെ സ്വാർത്ഥത, ഉപഭോഗാസക്തി അല്ലെങ്കിൽ നിസ്സംഗത എന്നിവയെ അവർ വെല്ലുവിളിച്ചേക്കാം. ദരിദ്രരെ പരിപാലിക്കാനും ഭിന്നതകൾ സുഖപ്പെടുത്താനും സമാധാനം തേടാനും അവർ നമ്മെ പ്രേരിപ്പിച്ചേക്കാം. ഈ പ്രവാചകന്മാർ പലപ്പോഴും ശ്രദ്ധിക്കപ്പെടുകയോ അവഗണിക്കപ്പെടുകയോ ചെയ്യുന്നു, പക്ഷേ അവരുടെ ശബ്ദങ്ങൾ പരിവർത്തനത്തിലേക്കുള്ള ദൈവത്തിന്റെ ക്ഷണം വഹിക്കുന്നു. ഒരു ലളിതമായ കഥ ഞാൻ പങ്കുവെക്കട്ടെ. ഒരു ചെറിയ ഗ്രാമം ഒരു വലിയ ഉത്സവത്തിനായി ഒരുങ്ങുകയായിരുന്നു. എല്ലായിടത്തും ആരവങ്ങൾ ഉണ്ടായിരുന്നു: ഷോപ്പിംഗ്, അലങ്കാരം, തിരക്ക്. മാർക്കറ്റിന്റെ അരികിൽ ഏലിയാസ് എന്ന ശാന്തനായ ഒരു മനുഷ്യൻ ഒരു ചെറിയ ബോർഡ് പിടിച്ചുകൊണ്ട് നിന്നു: നിങ്ങളുടെ വീട് മാത്രമല്ല, നിങ്ങളുടെ ഹൃദയവും ഒരുക്കുക. മിക്ക ആളുകളും അവനെ നോക്കി ചിരിച്ചു. എന്നാൽ കൂടുതൽ വാങ്ങാനും കൂടുതൽ ചെയ്യാനും ഉള്ള സമ്മർദ്ദത്തിൽ തളർന്നുപോയ ഒരു യുവതി നിർത്തി ചോദിച്ചു: നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഏലിയാസ് സൗമ്യമായി മറുപടി പറഞ്ഞു: യഥാർത്ഥ സമ്മാനം നിങ്ങൾ വാങ്ങുന്നതല്ല, മറിച്ച് നിങ്ങൾ നൽകുന്നതാണ്. നിങ്ങളുടെ നിങ്ങളുടെ സമയം, നിങ്ങളുടെ സ്നേഹം. തിരക്കേറിയ ഒരു വീട്ടിലേക്കല്ല, മറിച്ച് ഒരു എളിമയുള്ള ഹൃദയത്തിലേക്കാണ് കർത്താവ് വരുന്നത്. ആ രാത്രിയിൽ അവളുടെ കുടുംബം അവരുടെ ഷോപ്പിംഗ് നിർത്തി പ്രാർത്ഥനയിലും പങ്കുവയ്ക്കലിലും സമയം ചെലവഴിക്കാൻ തീരുമാനിച്ചു. ആ നിശബ്ദ നിമിഷത്തിൽ അവർക്ക് നഷ്ടപ്പെട്ട ഒരു സമാധാനം അവർക്ക് അനുഭവപ്പെട്ടു. പ്രവാചകന്മാർ ചെയ്യുന്നത് ഇതാണ്: അവർ യഥാർത്ഥത്തിൽ പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് നമ്മെ ഉണർത്തുന്നു. സാധാരണ ദിവസങ്ങളിൽ പോലും സഭയ്ക്ക് പ്രവാചകന്മാരെ ആവശ്യമാണെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ സ്നാനകൻ വിളിച്ചു പറയുന്നു: കർത്താവിന്റെ വഴി നേരെയാക്കുക. കൽക്കത്തയിലെ വിശുദ്ധ തെരേസ പഠിപ്പിക്കുന്നു: 100 പേർക്ക് ഭക്ഷണം നൽകാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ ഒരാൾക്ക് മാത്രം ഭക്ഷണം നൽകുക. സ്നാനമേറ്റ ഓരോ ക്രിസ്ത്യാനിയും ഒരു പ്രവാചകനാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. നാടകീയതയോ പ്രശസ്തിയോ ഉള്ളവരാകുന്നതിലൂടെയല്ല, മറിച്ച് സ്നേഹത്തോടെ സത്യം ജീവിക്കുകയും സംസാരിക്കുകയും ചെയ്തുകൊണ്ട്, പ്രത്യാശ അർപ്പിച്ചുകൊണ്ടും അനുകമ്പയോടെ പ്രവർത്തിച്ചുകൊണ്ടും, ഭയമോ ആശ്വാസമോ നമ്മുടെ സാക്ഷ്യത്തെ നിശബ്ദമാക്കാൻ അനുവദിക്കാൻ വിസമ്മതിച്ചുകൊണ്ടും. നമ്മുടെ ഹൃദയങ്ങളിലെ തടസ്സങ്ങൾ, അഭിമാനം, ഭയം, നിസ്സംഗത നീക്കം ചെയ്യാനും കർത്താവിനായി ഇടം നൽകാനും ആഗമനം നമ്മെ ക്ഷണിക്കുന്നു. നമുക്ക് ചുറ്റുമുള്ള പ്രവാചകന്മാരെ ശ്രദ്ധിക്കാനും മറ്റുള്ളവർക്ക് പ്രവാചകന്മാരാകാനും ഇത് നമ്മെ വിളിക്കുന്നു. ഈ ആഗമനം നമ്മെ ആഴത്തിലുള്ള ധൈര്യത്തിലേക്കും കൂടുതൽ അനുകമ്പയിലേക്കും ക്രിസ്തുവിനെ സ്വാഗതം ചെയ്യാനുള്ള സന്നദ്ധതയിലേക്കും നയിക്കട്ടെ, നമ്മുടെ ഹൃദയങ്ങളിലും നമ്മുടെ തിരഞ്ഞെടുപ്പുകളിലും നമ്മുടെ ദൈനംദിന സാക്ഷ്യത്തിലും. ആമേൻ.